ഒരു 10-25 പേരുടെ കൂടെ അവരുടെ ഒരു ടൂർ ഗൈഡായിട്ടുള്ള യാത്ര, അതായിരുന്നു എൻ്റെ ആദ്യത്തെ യാത്ര. അറൗണ്ട് ഒരു 50-55, എനിക്ക് കറക്റ്റ് കൗണ്ട് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു 55 രാജ്യങ്ങൾ ഞാൻ എന്തായാലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്തൊരു കൺട്രി അന്ന് സിംഗപ്പൂർ തന്നെയാണ്. മേ ബി ഈ ഒരു ടൂറിസം രംഗം ഇത്രയും വളരാൻ തന്നെ ഒരു മേജർ റോള് ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞൊരു കൺട്രി വഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നമ്മൾ കൗണ്ട് ചെയ്ത് വയ്ക്കും എത്ര പ്രാവശ്യം പോയി. പക്ഷെ പിന്നീട് ആ കണക്കുകളൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു. അവിടെ പോയിട്ട് കുറേ പ്ലാൻ ചെയ്ത് കുറേ ടെൻഷൻ അടിച്ച് അതിനല്ലല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. പ്രോപ്പർ പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് ഹാപ്പി ആയിട്ട് നമുക്ക് ആ സ്ഥലങ്ങൾ കാണാൻ പറ്റും. പണ്ടും ഇന്നും സെൻറ്റോസ ഐലൻഡ് എന്ന് പറഞ്ഞാൽ, സിംഗപ്പൂർ പോയിട്ട് നമ്മൾ സെൻറ്റോസ ഐലൻഡ് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ സിംഗപ്പൂർ കണ്ടിട്ടില്ല. ഇപ്പം എല്ലാവർക്കും എല്ലായിടത്തേക്കും പോകാം. ആക്ച്വലി അന്നത് അത്രയും പോസിബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തുടങ്ങി. എൻ്റെതൊരു കറക്റ്റ് ബേസ് ആയിരുന്നു. യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ആ യാത്രകളെപ്പറ്റി സംസാരിക്കാനും അത് കേൾക്കാനും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ചെയ്ത യാത്രകളെ പറ്റിയൊക്കെ സംസാരിക്കാൻ ഇന്ന് എൻ്റെ കൂടെ ജീന മാം ഉണ്ട്. ജീന മാം, സ്വാഗതം. താങ്ക് യു മാം. നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കിന് എല്ലാവരുടെ ഒരു ആഗ്രഹമാണല്ലേ യാത്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ ആദ്യമായിട്ട് യാത്ര ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് ദൂരത്തേക്കൊക്കെ യാത്ര ചെയ്ത് ആ ഒരു യാത്ര മറക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ആദ്യത്തെ യാത്ര മാമിന് ഓർമ്മയുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും ആദ്യത്തെ യാത്ര നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ ആദ്യത്തെ വിദേശ യാത്ര 2002 ഒരു ഡിസംബർ 23 ആ ദിവസം എനിക്കൊരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പ്രൊഫഷൻ്റെ തന്നെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു അത്. അതൊരിക്കലും ഒരു രാജ്യത്തേക്കുള്ള യാത്രയായിരുന്നില്ല, മറിച്ച് 3 രാജ്യങ്ങൾ കമ്പൈൻ ചെയ്യുന്ന സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, അങ്ങനെ ഈ 3 കൺട്രീസിനോട് ഒരുമിച്ചുള്ള ഒരു 11 ദിവസത്തെ ഒരു യാത്രയായിരുന്നു എൻ്റെ ആദ്യത്തേത്. അതിൽ ഏറ്റവും രസകരമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യമായിട്ടൊരു ഇൻ്റർനാഷണൽ എയർപോർട്ട് കാണുന്ന ഒരാളായിരുന്നു. ആദ്യമായിട്ടൊരു വിമാനത്തിൽ കയറാൻ പോകുന്ന ഒരാളായിരുന്നു. അതും ഒരു 10-25 യാത്രകൾ ചെയ്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു 10-25 പേരുടെ കൂടെ അവരുടെ ഒരു ടൂർ ഗൈഡായിട്ടുള്ള യാത്ര, അതായിരുന്നു എൻ്റെ ആദ്യത്തെ യാത്ര. അത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അഡ്വഞ്ചറസ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം അത്രയും ആളുകളുടെ കൂടെ ഇങ്ങനെ ഒരു ആ സമയത്തെന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റോ കാര്യങ്ങളൊന്നും അത്രയധികം ഒരു പോപ്പുലർ അല്ലാത്ത അല്ലെങ്കിൽ അത്രയും സൗകര്യങ്ങളില്ലാത്ത ഒരു കാലത്ത് നടത്തിയ ഒരു യാത്രയാണ് എൻ്റെ ആദ്യത്തെ യാത്ര. അപ്പോൾ അങ്ങനെ ഒരു യാത്രയിലേക്ക് നമ്മൾ ചുവട് വയ്ക്കുമ്പോഴേ എങ്ങും പോയിട്ടില്ല, ആദ്യത്തെ ഒരു യാത്രയാണ്. വിമാനത്തിൽ പോലും നമ്മൾ ആദ്യമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ നമുക്ക്, അന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മാമിന് അങ്ങോട്ടേക്ക് പോകുമ്പോൾ? ആക്ച്വലി അന്ന് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അത് ഞാൻ ആ യാത്ര ഒരു നിർബന്ധിതമായിട്ട് നടത്തേണ്ടി വരുന്നൊരു യാത്രയാണ്. എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലാതിരുന്ന സമയത്ത് അങ്ങനൊരു യാത്ര പോയേ തീരൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഞാൻ നടത്തിയ ഒരു യാത്രയാണ്. ഒട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ഈ 3 രാജ്യങ്ങൾ പോകാം. സാധാരണ നമ്മളൊക്കെ ഒരു പ്രിപ്പറേഷൻസ് പ്ലാൻസ് ഒക്കെ ചെയ്യുമ്പോഴത്തേന് ആദ്യത്തെ ഒരു യാത്രയിൽ ഓക്കെ ഒരു കൺട്രിയിൽ പോവാം, അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് വരാം, കാരണം നമുക്കറിയില്ലേ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഒരു 3 ഡെസ്റ്റിനേഷൻസ് നമ്മളത് പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്ത് പോവാൻ അതെങ്ങനെയായിരുന്നു ആ തോട്ട്? അത് നമ്മുടെ ഒരു പ്രൊഫഷൻ്റെ ഭാഗമായിട്ട്? അതെ, അത് തീർച്ചയായിട്ടും എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിരുന്നു. പിന്നെ ഞാൻ വളരെയധികം ഒരു രാജ്യത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് പഠിച്ചിട്ടോ പ്രിപ്പയർ ചെയ്തിട്ടോ പോയതല്ല. ഞാൻ ചെയ്യാൻ പോകുന്ന ആ ഒരു 11 ദിവസത്തെ ഒരു ടൂർ പാക്കേജ് ആയിരുന്നു. അപ്പോൾ ആ ടൂർ പാക്കേജിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാനൊരു സ്റ്റഡി തീർച്ചയായിട്ടും നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ രാജ്യത്തെക്കുറിച്ചോ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചോ അതിൻ്റെ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റു കാര്യങ്ങളൊന്നും എനിക്കൊന്നുമേ അറിയില്ലായിരുന്നു. അതൊന്നും അറിയാതെ ഇത് ചെയ്യണം, 100% സക്സസ് ആയിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം മാത്രമേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ അന്ന് യാത്ര ചെയ്യുമ്പോൾ. അതിൽ കൂടുതലൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഏറ്റവും വലിയൊരു ടെൻഷൻ എന്തായിരുന്നു മാം? കാരണം ആ ഒരു ഫസ്റ്റ് യാത്രയിൽ ഏറ്റവും വലിയ ടെൻഷൻ അന്ന് എയർപോർട്ട് തന്നെയായിരുന്നു. കാരണം എയർപോർട്ട് ഫോർമാലിറ്റീസ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ എയർപോർട്ട് കാണാത്ത ഒരാളായിരുന്നു. അവിടുത്തെ ഒരു കാര്യങ്ങളും എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കൺട്രിയിൽ ചെന്നാൽ ഒരു ടൂർ പാക്കേജിൽ നമുക്ക് അവിടെ ഒരു ഗൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയൊരു ടെൻഷനൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ ഫ്ലൈറ്റിൽ കയറുന്നതും എയർപോർട്ട് ഫോർമാലിറ്റീസ് എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു അന്നത്തെ ഒരു കാലഘട്ടത്തിലുള്ള എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ആ സമയത്ത്
നമ്മൾ എന്തായാലും അറിയാത്തൊരു സ്ഥലത്തിലും കുറേ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. ഇതുപോലെ എയർപോർട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ വിമാനത്തിൽ കയറുമ്പോഴത്തേക്കിന് എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചിരുന്നോ അന്ന്? അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് എങ്ങനെ ഇടും എന്നുള്ളതായിരുന്നു അന്നത്തെ എൻ്റെ ഏറ്റവും വലിയ അബദ്ധം. എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ തൊട്ടടുത്തിരുന്ന യാത്രക്കാരൻ എങ്ങനെയാണ് സീറ്റ് ബെൽറ്റ് ഇട്ടത് എന്ന് നോക്കിയിട്ട് സീറ്റ് ബെൽറ്റ് ഇടാൻ ആദ്യം ശ്രമിച്ചു, പക്ഷേ തെറ്റിപ്പോയി. പിന്നീട് എനിക്ക് മനസ്സിലായി. അതുമാത്രമാണ് എനിക്കൊരു അബദ്ധം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ യാത്ര എങ്ങനെയെങ്കിലും 100% സക്സസ്ഫുള്ളാക്കി കൊണ്ടുവരണം എന്നുള്ളൊരു ദൃഢനിശ്ചയം എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ട് മറ്റ് അബദ്ധങ്ങളൊന്നും ആക്ച്വലി സംഭവിച്ചില്ല. ഈ 2002 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ സോഷ്യൽ മീഡിയ ഒന്നും അത്ര ഒരു സജീവമായിട്ടില്ല, ആ ഒരു കാലഘട്ടമല്ല. അപ്പോൾ നമ്മൾ പോകുന്നൊരു സ്ഥലത്തെ പറ്റി കുറേ കാര്യങ്ങൾ നമുക്കൊരു നോളജ് വേണം, അല്ലെ ബേസിക് നോളജ് വേണം. എന്തൊക്കെയാണ് കാണേണ്ടത്, നമുക്ക് എവിടെയൊക്കെ പോകണം, ഓഫ് കോഴ്സ് ഗൈഡാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആ കാലത്ത് മാം എങ്ങനെയാണ് പഠിച്ചിരുന്നത്? ഒന്നും പ്രീ പ്ലാൻഡ് ആയിട്ട് എനിക്ക് പഠിക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എയർപോർട്ടിലെത്തിയ ആ ഒരു സമയം തുടങ്ങി എൻ്റെ കണ്ണും കാതുമൊക്കെ ഫുള്ളായിട്ട് തുറന്നു വെച്ച് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ആദ്യമായിട്ട് യാത്ര ചെയ്യുമ്പോൾ എല്ലാവർക്കും വിമാനത്തിൽ കയറാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും, ആഗ്രഹമൊക്കെ ഉണ്ടാവത്തില്ല. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല. ഞാൻ ഓരോ സെക്കൻഡും എന്താണ് ഞാൻ അടുത്തത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലായിരുന്നു എൻ്റെ ഫുൾ ശ്രദ്ധ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ഒന്നും പറയാതെ തന്നെ എല്ലാം കണ്ടും കേട്ടും ഞാൻ പഠിച്ചു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഓരോന്ന് കാണുന്നു, പഠിക്കുന്നു, ഗൂഗിൾ ചെയ്യുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അത് നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ അന്ന് ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. എൻ്റെ ഡിപ്പെൻഡൻസി മൊത്തം ഞാൻ കാണുന്ന കാര്യങ്ങളിൽ, ഞാൻ കേൾക്കുന്ന കാര്യങ്ങളിലും, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചു. വേറൊരു പ്രിപ്പറേഷനും വേണ്ടി വന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ അവിടെ എല്ലാ കൺട്രീസിനെ കുറിച്ചിട്ടുള്ള പറയുകയാണെങ്കിൽ അവിടെ ലോക്കൽ ഗൈഡ്സ് ഉള്ളത് കൊണ്ട് അവർ പറയുന്നതൊക്കെ ഞാൻ വളരെ ശ്രദ്ധാപൂർവം ഒരക്ഷരം വിടാതെ കേട്ടു. അത് എൻ്റെ മനസ്സിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അത് ഫ്രെയിം ചെയ്ത് വെച്ചു, ഒരു പ്രോപ്പർ ഫ്രെയിമൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ അത് പിന്നെ അത് എന്നിൽ തന്നെ അലിഞ്ഞു. അത് ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ ടി വിയിൽ കൂടെയോ അന്നത്തെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ കൂടെ ഒക്കെ മാത്രം കണ്ടിട്ടുള്ള സ്ഥലങ്ങളായിരിക്കും, അല്ലെ സിംഗപ്പൂര്, മലേഷ്യയൊക്കെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് മാമിനെ എക്സൈറ്റ് ചെയ്ത എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമുണ്ടോ അവിടുത്തെ കാഴ്ചകളൊക്കെ? ഉണ്ട് 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 അത് ഈ ഞാൻ പറഞ്ഞതുപോലെ മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് ഈ 3 കൺട്രീസുമാണ് ഞാൻ കവർ ചെയ്തത്. അതിലെൻ്റെ മനസ്സിൽ ഇവിടുന്ന് പുറപ്പെടുമ്പോഴേ ഉള്ളൊരു ചിത്രം സിംഗപ്പൂരിലത്തെ ഒരു അവരുടെ ഐക്കൺ, ടൂറിസം ഐക്കണായിട്ടുള്ള മെർലയൺ, ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇപ്പം എല്ലാവർക്കും അതൊക്കെ അറിയാം. മെർലയൺ സ്റ്റാച്യു ഞാൻ ഒരുപാട് പിക്ചേഴ്സിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ സിംഗപ്പൂർ എന്നൊരു മെർലയൺ, ആ മെർലയൺ സ്റ്റാച്യുവിൻ്റെ ആ അടുത്തേക്ക് അല്ലെങ്കിൽ ദൂരെ നിന്ന് കണ്ട് ഞാൻ അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്കുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് അതെനിക്കിന്നും ഉണ്ട്. അതെനിക്കിന്നും അതിനോടൊരു പ്രത്യേക അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഓർത്തു, ഇത് ഞാൻ പടങ്ങളിലൊക്കെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ, ഇതെനിക്ക് നേരിട്ട് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചൊരു കാര്യമല്ല. അപ്പോൾ ആ മെർലയൺ സ്റ്റാച്യു അന്നും ഇന്നും ഞാൻ വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇത് എനിക്ക് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. മാം ഇപ്പോൾ ഒരു ട്രാവൽ പ്ലാനറാണ് മാം. അപ്പം ഒരുപാട് കൺട്രീസ് ഇതിനോടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര കൺട്രീസ് യാത്ര ചെയ്തിട്ടുണ്ട്? അറൗണ്ട് ഒരു 50-55. എനിക്ക് കറക്റ്റ് കൗണ്ട് പറയാൻ പറ്റത്തില്ല, എന്നാലൊരു 55 രാജ്യങ്ങൾ ഞാൻ എന്തായാലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം പോയിട്ടുള്ള ഒരു മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് ആ കൺട്രീസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആ സമയത്ത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനായിരുന്നു സിംഗപ്പൂർ. ഈ ഒരു ടൂറിസം ഇൻഡസ്ട്രി തന്നെ ഈ ഞാൻ 2002 തുടങ്ങിയുള്ള സമയത്ത് പറയുവാണെങ്കിൽ ആളുകളെ യാത്രയ്ക്കായിട്ട് പ്രേരിപ്പിച്ചിരുന്ന ഒരു രാജ്യം, വളരെയധികം ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്തൊരു കൺട്രി അന്ന് സിംഗപ്പൂർ തന്നെയാണ്. മേ ബി ഈ ഒരു ടൂറിസം രംഗം ഇത്രയും വളരാൻ തന്നെ ഒരു മേജർ റോള് ഈ സിംഗപ്പൂർ എന്ന് പറഞ്ഞൊരു കൺട്രി വഹിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രാജ്യത്തിലേക്ക് മാത്രം മോർ ദാൻ ഒരു 50-60 ഒക്കെ ടൈംസ് എന്തായാലും പോയിട്ടുണ്ട്. ഒരു 2002 തുടങ്ങി 2008 വരെ ഒരു വർഷത്തിൽ
10-15 അതിൽ കൂടുതൽ തവണ ഞാൻ അതൊന്നുമല്ല, അതിൽ കൂടുതൽ തവണ ഞാൻ സിംഗപ്പൂർ ഓരോ വർഷം പോയിട്ടുണ്ട്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് തവണ. എനിക്കിപ്പോൾ ഒരു കൗണ്ടൊന്നുമില്ല. ആദ്യമൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം നമ്മൾ കൗണ്ട് ചെയ്ത് വെക്കും എത്ര പ്രാവശ്യം പോയി. പക്ഷെ പിന്നീട് ആ കണക്കുകളൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു. ഈ ഒരു തവണ നമ്മൾ കണ്ടൊരു കാര്യം വീണ്ടും വീണ്ടും കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, ആദ്യം കണ്ടൊരു എക്സൈറ്റ്മെൻറ്റ് കാണത്തില്ല. അപ്പം മാമിന് ഈ 3 സ്ഥലങ്ങളും വീണ്ടും വീണ്ടും പോകുമ്പോഴും മാമിനെ ആദ്യം കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെ മാമിന് വീണ്ടും വീണ്ടും കിട്ടിയിട്ടുണ്ടോ? ഞാൻ ഏറ്റവും ആദ്യം വിസിറ്റ് ചെയ്തപ്പോൾ എനിക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ ആ രാജ്യങ്ങളൊന്നും അല്ലെങ്കിൽ ആ കാഴ്ചകളൊന്നും ശരിക്കും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ചിന്ത മുഴുവൻ ഞാൻ വന്നിട്ടുള്ള ആ ഒരു അസൈൻമെൻറ്റ് അത് ഏറ്റവും ഭംഗിയായിട്ട് പൂർത്തിയാക്കുക, എൻ്റെ കൂടെ യാത്ര ചെയ്ത ആളുകളെ ആ സ്ഥലങ്ങൾ കാണിക്കുക, അതാണ് ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഞാൻ രണ്ടാമത്തെ തവണയോ മൂന്നാമത്തെ തവണയോ യാത്ര ചെയ്തപ്പോഴാണ് ശരിക്കും അത് ഞാൻ കൂടുതൽ കണ്ടത്. അപ്പം ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആയി, കാരണം എനിക്ക് ഈ സ്ഥലങ്ങളൊക്കെ ഓൾറെഡി അറിയാം. പിന്നെ നമുക്ക് അത് ആസ്വദിക്കാൻ പറ്റും. പിന്നീട് അങ്ങോട്ട് ഓരോ പ്രാവശ്യം ഇത് കാണുമ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മളത് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് അല്ല, അതിലുപരി നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരെ അത് കാണിക്കുന്നതിൽ എക്സൈറ്റ്മെൻറ്റ് അതുണ്ടാകുമ്പോൾ അവരുടെ ഒരു എക്സൈറ്റ്മെൻറ്റ്, അതാണ് നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. നമ്മുടെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും അവിടെ വലിയ സ്ഥാനമില്ല. ഇങ്ങനെ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? കാരണം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലരെ വിടാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ ഈ 3 സ്ഥലത്തേക്ക് പോകുമ്പോൾ? ഈ 3 സ്ഥലം എന്നല്ല, ഈ നമ്മൾ ലോകത്തേക്ക് എവിടെ സഞ്ചരിക്കുമ്പോഴും ആ രാജ്യങ്ങളുടേതായിട്ടുള്ള കുറച്ച് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുണ്ടാവും. അതുമാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പോൾ ലിറ്ററിങ്, പല കൺട്രീസിലും ലിറ്ററിങ് ഒരിക്കലും ഓക്കെ അല്ല. അവിടെ ചില കൺട്രീസിൽ അത് പണിഷബിളാണ്. അല്ലെങ്കിൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പം നമ്മുടെ സീബ്ര ലൈൻസ് യൂസ് ചെയ്യുന്ന, അങ്ങനെ പല കൺട്രീസും അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളല്ലാതെ, അല്ലെങ്കിൽ ആ രാജ്യത്തിന് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള പ്രത്യേക ഇൻസ്ട്രക്ഷൻസോ നിയമങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും അവിടേക്ക് ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ അറിഞ്ഞിരിക്കണം. ഇതിലുപരിയായിട്ട് ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി കൺട്രീസ് ആണെങ്കിൽ നമ്മൾ ഭയങ്കര പ്രിപ്പറേഷൻസ് ഒന്നും ആക്ച്വലി ആവശ്യമില്ല. നമ്മൾ വളരെ പ്രോപ്പറായിട്ട് നാട്ടിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്യുക, അവിടെ പോയിട്ട് റിലാക്സ് ചെയ്യുക. അല്ലാതെ അവിടെ പോയിട്ട് കുറേ പ്ലാൻ ചെയ്ത് കുറേ ടെൻഷൻ അടിച്ച് അതിനല്ലല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. പ്രോപ്പർ പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് റിലാക്സ് ചെയ്ത് ഹാപ്പി ആയിട്ട് നമുക്ക് ആ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇന്നത്തെ ഒരു കാലത്ത് എല്ലാവരും എവിടെയാണ് യാത്ര ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴത്തേന് മെയിനായിട്ട് എല്ലാവരും പറയുന്നത് യൂറോപ്യൻ കൺട്രീസിൽ പോകണം, അല്ലെങ്കിൽ US പോകണം. അവിടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവരുടെയൊക്കെ സ്വപ്നങ്ങൾ അതാണ്. പക്ഷേ മാം തിരഞ്ഞെടുത്തത് ആദ്യം തന്നെ ഈ മലേഷ്യ, തായ്ലൻഡ് ആൻഡ് സിംഗപ്പൂരാണ്. അപ്പോൾ ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു? അതിൽ എൻ്റെ ഒരു ഡിസിഷനല്ല അത്. ആ 2002 സമയത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും പോയിക്കൊണ്ടിരുന്ന കൺട്രീസിലാണ് ഞാനും ആദ്യം പോയത്. അന്ന് യൂറോപ്പൊക്കെ ആൾക്കാർ ട്രാവൽ ചെയ്തിട്ടുണ്ട്, എങ്കിലും ഒരു വളരെ വലിയൊരു ട്രാഫിക് ആ കൺട്രീസിലേക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ ആളുകൾ ചിന്തിച്ചിരുന്നത്, അതൊരു വാസ്തവമായിരുന്നു, ഈ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ നമുക്ക് വിസ ഫോർമാലിറ്റീസ്, വിസ കിട്ടുമോ, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അന്നൊരു വലിയ കൺസേൺ ആയിരുന്നു. ഇന്നത് ഒരു സർട്ടൻ പെർസെൻറ്റേജ്, ഈസി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഒരു സർട്ടൻ പെർസെൻറ്റേജ് വരെ അത് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് പോപ്പുലറായിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് അല്ലെങ്കിൽ ടൂറ് എന്ന് പറഞ്ഞ ആ ഒരു യാഥാർത്ഥ്യം നമ്മുടെ ആളുകൾ സാധിച്ചിരുന്നു. അല്ലെങ്കിൽ തുടക്കം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി സിംഗപ്പൂർ തന്നെയാണ്. സിംഗപ്പൂർ, മലേഷ്യ പ്രധാനമായിട്ട്, പിന്നെ തായ്ലൻഡ്, പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പം പിന്നീട് ചൈനയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം വന്ന ഒരു വലിയൊരു ടൂർ എന്നൊക്കെ പറയാൻ. പിന്നെ അങ്ങോട്ട് യൂറോപ്പ്, അമേരിക്ക, ഇപ്പം എല്ലാം വളരെ പോസിബിളായാണ്. ഇപ്പം എല്ലാവർക്കും എല്ലായിടത്തേക്കും പോകാം. ആക്ച്വലി അന്നത് അത്രയും പോസിബിൾ ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ തുടങ്ങി. എൻ്റെതൊരു കറക്റ്റ് ബേസ് ആയിരുന്നു. ഇപ്പം ഈ ഒരു 3 സ്ഥലങ്ങളിലേക്ക് ഇപ്പോഴും യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കാണുമല്ലോ. അപ്പോൾ അവർക്ക് മെയിനായിട്ട് കൊടുക്കുന്ന ഒരു ടിപ്സ് ഒക്കെ എന്താണ്? അല്ലെങ്കിൽ അവിടെ കാണാൻ ഇന്ന സ്ഥലത്ത് പോകണമെന്ന് നിർബന്ധമായിട്ടും പോകണം, കാരണം അത് കണ്ടിരിക്കണം എന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളുണ്ടോ? ഈ 3 രാജ്യങ്ങളെ കുറിച്ചാണോ ഉദ്ദേശിച്ചത്? ഈ 3 രാജ്യങ്ങൾ, സിംഗപ്പൂർ ഒരു ഗാർഡൻ സിറ്റിയാണ്. അപ്പോൾ അത് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ആ ഒരു വൈബ് നമ്മളിലേക്ക് വരും. പിന്നെ അവിടെ എപ്പോഴും ചേഞ്ചിങ് ആണ് അവിടുത്തെ കാര്യങ്ങൾ. സിംഗപ്പൂർ എന്ന് പറഞ്ഞ കൺട്രി എപ്പോഴും ദേ ഗിവ് ന്യൂ തിങ്സ് ഫോർ ദ ടൂറിസ്റ്റ്. ഒരിക്കലും ഇപ്പം ഞാൻ അന്ന് കണ്ട സിംഗപ്പൂരല്ല ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് നല്ല ഒരു 90% കാര്യങ്ങളും ഇപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. സോ ഓരോ തവണ നമ്മൾ ഈ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ഓരോ പുതിയ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും, ഒരു ഡൗട്ടില്ല. മലേഷ്യയും അതുപോലെ തന്നെയാണ്. ഈവൻ തായ്ലൻഡ് ആണെങ്കിലും
തായ്ലൻഡൊക്കെ ഇന്ന് ആർക്കും പോകാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. ഈ 3 കൺട്രീസ് കമ്പയർ ചെയ്താൽ ഏറ്റവും കൂടുതൽ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സിംഗപ്പൂർ തന്നെയാണ്. പിന്നെ ബാക്കിയെല്ലാം ഒരു നോർമൽ അതാണ്. ലൈക്ക് ഇപ്പോൾ അവിടെ ഒരു പണ്ടും ഇന്നും സെൻറ്റോസ ഐലൻഡ് എന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ പോയിട്ട് നമ്മൾ സെൻറ്റോസ ഐലൻഡ് കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ സിംഗപ്പൂർ കണ്ടിട്ടില്ല ആക്ച്വലി. അതൊരു മെയിൻ, അന്നും ഇന്നും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പോലും ഒരു മെയിൻ അട്രാക്ഷൻ തന്നെയാണ് സെൻറ്റോസ ഐലൻഡ്. അതുപോലെ മലേഷ്യ ആണെങ്കിൽ നമുക്ക് പെട്രോണാസ് ട്വിൻ ടവർ അന്നും ഇന്നും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതാണ്. ട്വിൻ ടവർ എന്ന് പറഞ്ഞാൽ ആ ഒരു കൺസെപ്റ്റ് തന്നെ വന്നത് ഈ പെട്രോണാസ് ട്വിൻ ടവറിൽ നിന്നാണ്. അപ്പോൾ മലേഷ്യ പോയാൽ അതിൻ്റെ ഒരു പെട്രോണാസ് ട്വിൻ ടവർ അതിൻ്റെ ഒരു ഐക്കണാണ്. തായ്ലൻഡ് പോയി കഴിഞ്ഞാൽ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഐലൻഡ്സ് ഒക്കെയാണ് തായ്ലൻഡിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ആദ്യമായിട്ട് തപ്പുന്നത് എന്തെങ്കിലുമൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടോ അല്ലേ? ഫുഡ് ക്രേവിങ്സ് ആണ് നമുക്ക്. എന്താണ് ഈ ഒരു സ്ഥലത്തെ സ്പെഷ്യൽ ഫുഡ്സ് കാര്യങ്ങളിലൊക്കെയുള്ള. അപ്പോൾ ഈ ഒരു 3 സ്ഥലത്തെയും ഇപ്പോൾ ഇങ്ങനെ പോകുന്നവർക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട എന്തെങ്കിലും ഡിഷസും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അത് ഓരോ സ്ഥലത്തിനും ഓരോ ഇത് ഉണ്ട്. ഇപ്പം സിംഗപ്പൂർ കൂടുതലും ചൈനീസാണ്. അവിടെ ഒരു നല്ലൊരു ശതമാനം ആളുകളും ചൈനീസാണ്. അപ്പോൾ കൂടുതലും ചൈനീസ് ഫുഡാണ്. സിംഗപ്പൂരിയൻ ഫുഡ് എന്ന് പറഞ്ഞൊരു ഫുഡ് ആക്ച്വലി ഇല്ല. ചൈനീസ് കൊറിയനൊക്കെ അവിടെ ഭയങ്കര ഫേമസ് ആണ്. മലേഷ്യക്ക് അവരുടെ തനതായ ഡിഷസ് നാസി ഗോറേങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മലേഷ്യയുടെ ഒരു ഡിഷസാണ്. പിന്നെ തായ്ലൻഡിലും എഗെയിൻ ഇത് 3 ഏഷ്യൻ കൺട്രീസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3ലും വലിയ വ്യത്യാസങ്ങളില്ല. ഏഷ്യൻ ക്വിസീൻ തന്നെയാണ് ഈ 3 കൺട്രീസിലും വരുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ഞാനൊക്കെ ട്രാവൽ ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ടൂർ ചെയ്യുമ്പോൾ ഒരു ലോക്കൽ ഫുഡൊന്നും ആളുകൾക്ക് കൊടുക്കാനോ ട്രൈ ചെയ്യാനോ പോലും ആർക്കും ധൈര്യമില്ല. എല്ലാവരും ഇന്ത്യൻ ഫുഡ് എന്നുള്ളതായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം നമ്മൾ ഈ ഡെസ്റ്റിനേഷൻസ് എന്നല്ല, വേൾഡിൽ എവിടെ പോയാലും അവിടുത്തെ ഫുഡ് കഴിക്കാനാണ് നമ്മുടെ മലയാളികൾക്ക് താല്പര്യം. അത് ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർ പക്ഷേ കൂടുതൽ പേരും അങ്ങനെയല്ല. അവർ കൂടുതലും അവരുടെ ട്രഡീഷണൽ ഫുഡ് ട്രൈ ചെയ്യണം. അത് അവർക്ക് പേടിയാണ്, ഒരു ചേഞ്ചിന് പൊതുവേ ഇച്ചിരി പേടിയാണ്. പക്ഷേ മലയാളികൾ അങ്ങനെയല്ല, അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വേണം. സോ ഇന്ന് ട്രാവൽ ചെയ്യുന്ന ഒരു മലയാളി ഒരിക്കലും അവിടെ പോയിട്ട് ഒരു ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ലോക്കൽ ഫുഡ് തന്നെയാണ് അവർ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്യുന്നതും. അന്നത്തെ ഒരു കാലത്ത് എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്നത് ചിലപ്പോൾ ലാംഗ്വേജ് ഒക്കെ ആയിരിക്കും അല്ലേ? ആ ഒരു ബുദ്ധിമുട്ട് അന്ന് മാമിനുണ്ടായിരുന്നു. കാരണം അവിടെ ചിലപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിരുന്നു? ഇല്ല, കാരണം ഇംഗ്ലീഷ് ഇപ്പം ഈ പറഞ്ഞ കൺട്രീസിലൊക്കെ ഇംഗ്ലീഷ് അത്യാവശ്യം എല്ലാവർക്കും അറിയാം. സിംഗപ്പൂർ ഒരു പ്രോബ്ലം ഇല്ല, മലേഷ്യയിൽ ഒരു പ്രോബ്ലം ഇല്ല. തായ്ലൻഡിൽ അവർ കൂടുതലും ലോക്കൽസൊക്കെ ആണെങ്കിൽ തായ് ലാംഗ്വേജ് ആണ് പറയുന്നത്. പക്ഷേ നമ്മളെപ്പോലെയുള്ളൊരു ടൂർ പ്ലാനേഴ്സ് അല്ലെങ്കിൽ ഒരു പാക്കേജ് ടൂർ കൊണ്ടുപോകുന്നവർ നമ്മളിവിടെ നിന്ന് പോകുന്നത് തന്നെ ബാക്കിയുള്ള ആളുകളെ മീൻസ് അവരുടെ എല്ലാ കാര്യങ്ങളും. സോ അവർക്ക് ലാംഗ്വേജ് ഒരു പ്രോബ്ലം ഇല്ല. കാരണം നമ്മൾ മലയാളത്തിൽ തന്നെയാണ് കൂടുതലും നമ്മളുടെ കൂടെ വരുന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്ക് അവിടെ ലോക്കൽ ഗൈഡ്സ് എപ്പോഴും എല്ലാ രാജ്യങ്ങളിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് ലോക്കൽ ഗൈഡ്സ് ഉണ്ട്. അങ്ങനെ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ആ ലാംഗ്വേജ് നമുക്കറിയില്ലല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. മാം ഇപ്പം നമ്മൾ ഭാഷയുടെ കാര്യം പറഞ്ഞു. അപ്പം മാമിന് ആ ഒരു ഭാഷ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ കൂടെ വരുന്ന കുറേ ആളുകൾക്ക് ചിലപ്പോൾ അത് പറ്റണമെന്നില്ല, പ്രത്യേകിച്ച് മലയാളികൾക്ക്. നമ്മൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, എഴുതാൻ അറിയായിരിക്കും, പക്ഷേ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അത് ഒരു മലയാളികളുടെയും കൂടെ ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് കോൺഫിഡൻസിൻ്റെ കുറവ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് ഈ മലയാളികളോട് പോകുമ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ഭാഷ ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മുടെ ഈ യാത്രക്കാർ അവർ എന്ത് ഭാഷ അറിയില്ലെങ്കിലും ആ മുന്നിൽ നിൽക്കുന്ന ആൾ അവർ ചൈനീസോ ആരോ ഏത് ലാംഗ്വേജുള്ളവരായിക്കോട്ടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. അത് ആക്ഷൻസിലൂടെ ആയിരിക്കും. ചിലപ്പോൾ ഇവർ പറയുന്നത് തന്നെ മലയാളത്തിലായിരിക്കും, പക്ഷേ കേട്ട് നിൽക്കുന്നവർക്ക് അത് എന്തായാലും മനസ്സിലാവും. അങ്ങനെ കുറേ ഇൻസിഡൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ചിലപ്പം ഇപ്പം നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ അവർ എന്തെങ്കിലും വേണമെങ്കിൽ ചേട്ടാ അത് തരൂ, അല്ലെങ്കിൽ ചേച്ചി ഇത് തരൂ എന്നൊക്കെ ചോദിച്ചാലും ചേട്ടനും ചേച്ചിയൊന്നും അവിടെ കോമൺ അല്ല, അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും നമ്മുടെ ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം. അത് നമ്മളുടെ കണ്ണുകളിലൂടെയും നമുക്ക് എന്താ വേണ്ടതെന്നുള്ള എക്സ്പ്രസ് ചെയ്യാനായിട്ട് വളരെ മിടുക്കരാണ് മലയാളികളാണെങ്കിലും അവർ കാര്യം സാധിച്ചെടുക്കും. അതെ അതെ, എങ്ങനെയെങ്കിലും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. അതെനിക്ക് എൻ്റെ എല്ലാ ടൂറിലും ഞാൻ അങ്ങനെയുള്ള 1-2 ക്യാരക്ടറെ ഡെഫിനറ്റ്ലി ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാളെങ്കിലും അതിലുണ്ടാവും ഈ അവർക്ക് ഒട്ടുമേ തന്നെ ഇംഗ്ലീഷ് അറിയാത്ത. അത് വളരെ കോമൺ ആണ് കേട്ടോ. ഏത് ഗ്രൂപ്പിൽ നമ്മൾ പോയി കഴിഞ്ഞാലും ഒരാൾ
ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിനകത്തുണ്ടാവും. പക്ഷെ അവരായിരിക്കും ഏറ്റവും കൂടുതൽ വൈബുള്ള ആൾക്കാരും, അവരായിരിക്കും ഏത് രീതിയിലും കാര്യം സാധിക്കുന്നവർ അവർ തന്നെ ആയിരിക്കും. എനിക്കൊന്ന് ഈ ഹസ്ബൻഡ്സിന് ഗോവയ്ക്ക് അതൊക്കെ കാണിക്കുന്നത് പോലെ നമ്മൾ മലയാളികൾ അവിടെ ചെന്നിട്ട് അവര് മലയാളം പഠിച്ചോളും, നമ്മൾ വേറെ ഭാഷ പഠിച്ചില്ലേലും. നമ്മൾ അവരെ പഠിപ്പിക്കും. അപ്പോൾ പലപ്പോഴും ടൂറിൽ വരുന്ന സമയത്ത് ടൂർ ഗൈഡ്സ് നമ്മൾ ഈ ടൂർ കഴിയുമ്പോഴേക്കും അവർ മലയാളം പഠിച്ചിരിക്കും. അല്ലെങ്കിൽ ഇവർ കാക്കയെ കൂടെ എവിടെയെന്നെങ്കിലും പഠിപ്പിച്ചിരിക്കും. അത്രയും ഭയങ്കര എൻ്റർടൈനിങ് ആണ് നമ്മുടെ ആൾക്കാർ. നമുക്ക് വേറൊരു ലാംഗ്വേജ് അറിയുന്ന അല്ലെങ്കിൽ ഒരു ഫോറിനർ മലയാളം പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ടൂർ ഗൈഡ്സും അവരാളുകളെ ഇങ്ങനെ സന്തോഷിപ്പിക്കാൻ ഭയങ്കര മിടുക്കരായിരിക്കുമല്ലോ, അങ്ങനെയുള്ളവർക്ക് അത് പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ആളുകൾ കുറേ വേർഡ്സ് എങ്കിലും പഠിച്ചിരിക്കും. പിന്നീട് നമ്മൾ ആ രാജ്യത്തേക്ക് ടൂർ പോകുമ്പോൾ ഇവർ ഇതേ ടൂർ ഗൈഡ്സ് ആണെങ്കിൽ അവർ ഇത് ഓർത്ത് വെച്ചിരിക്കും, നമ്മുടെ മലയാളികളാണ് വരുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ നമസ്കാരം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ തന്നെ പറയും. ഞാൻ നോർമലി ഒരു ഗ്രൂപ്പ് കൊണ്ടുപോകുന്ന സമയത്ത് ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപും ഈ ഓൺ ടൂറിലായിരിക്കുന്ന സമയത്തും നമ്മുടെ കൂടെ വരുന്നവരെ ഞാൻ എപ്പോഴും എഡ്യൂക്കേറ്റ് ചെയ്യാറുണ്ട്. ബഡ്ജറ്റ് കുറവായിക്കോട്ടെ, ആ കുറഞ്ഞ ബഡ്ജറ്റിൽ കുറേ രാജ്യങ്ങൾ കാണുന്ന എന്തിനാ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, നമുക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം നമ്മുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് കാണാം. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏത് വിധേനയും മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കി അത് ചെയ്യിപ്പിക്കാനുള്ളൊരു കഴിവ് മലയാളിക്കുള്ള അത്രയും വേറെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. മലയാളികൾ ഭയങ്കര പൊളിയാണല്ലേ, ജീവിച്ചോളും.